ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു സൂപ്പർ അടിപൊളി വാൾ ഹാങ്ങിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ആദ്യാസ് വ്ലോഗ്. നമുക്ക് കാണാം. അപ്പോൾ ഭയങ്കര ഭംഗിയുള്ളൊരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് വേസ്റ്റ് പേപ്പേഴ്സാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ വണ്ടീൻ്റെ മുകളിലൊക്കെ ഇവർ കൊണ്ടുപോയി വെക്കുമല്ലോ, ലുലുക്കാരും പിന്നെ അങ്ങനത്തെ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റിലെ ആൾക്കാർ പരസ്യം കാണിക്കാൻ വേണ്ടിയിട്ട് ആ പേപ്പേഴ്സാണ്. നിങ്ങൾക്ക് കലണ്ടർ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും വേസ്റ്റ് പേപ്പേഴ്സ് മതി, കാരണം നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൽ 2 CD വേണം, പിന്നെ ബ്ലാക്ക് കളറ്, പിന്നെ റെഡ് പേപ്പർ, ഇത്രയും കാര്യങ്ങൾ, ഗ്ലൂ, ഇത്രയും കാര്യങ്ങൾ മതി. അപ്പോൾ ഇതിനാണ് ഞാൻ സ്റ്റിക്ക് ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് ആദ്യം ഈ റീഫില്ലർ വെച്ചിട്ട് ഉണ്ടാക്കാം. ആ റീഫില്ലർ വെച്ചൊന്ന് ഫോൾഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഊരി മാറ്റി ഒന്നുകൂടെ കുറച്ചുകൂടെ തിന്നായിട്ട് ഇതായത് ഈ പോലെ വെച്ച് ഇങ്ങനെ പരത്തിയിട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്ക് കിട്ടും. അപ്പോൾ എന്നിട്ട് അതിൻ്റെ അറ്റം നമ്മൾ ഗ്ലൂ വെച്ചൊട്ടിക്കുകയാണ്. അപ്പോൾ ഇതേപോലത്തെ ഈ സ്റ്റിക്കുകൾ നമുക്ക് 12 സ്റ്റിക്കുകളാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ 12 സ്റ്റിക്ക് എടുക്കുകയാണ്. അപ്പോൾ 12 സ്റ്റിക്കിന് നമുക്ക് ഇത് ഇത്ര നീളം വേണ്ട, ഈ നീളത്തിൽ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്യണം. അതിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 12 എണ്ണമായി ഇത്. 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങനെ 12. ഓക്കെ, ഇനി ഞാൻ ഇതിന് ഒരു സ്റ്റിക്ക് എടുത്ത് ഇതിൻ്റെ അറ്റത്തിങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തതിൻ്റെ ഭാഗം അത് വേണേൽ വെട്ടിക്കളയാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ട്രിം ചെയ്യാണ് 2 അറ്റവും. അപ്പോൾ ഈ സ്റ്റിക്കുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വലിയ സൈസും 12 ചെറിയ സൈസുമാണ് വേണ്ടത്. അപ്പോൾ വലിയ സൈസിൻ്റെ അളവ് പറയാം. വലിയ സൈസിൻ്റെ അളവാണ് ഇതാ, ഇപ്പം ഞാൻ അളക്കാണ്. നമുക്ക് 26 സെൻറ്റിമീറ്റർ 26 സെൻറ്റിമീറ്റർ ലെങ്തി ആയിട്ടുള്ള സ്റ്റിക്കുകളാണ് വേണ്ടത്. അപ്പോൾ കാണുന്നുണ്ടല്ലോ, മെഷർമെൻറ്റ് കാണാമല്ലോ, 26. ഓക്കെ, അപ്പോൾ വലിയ സ്റ്റിക്ക് 26, പിന്നെ അങ്ങനത്തെ 12 എണ്ണം കട്ട് ചെയ്യാണ്. കുറച്ച് ഹാർഡ്, നമ്മൾ ചുരുട്ടിയതായതുകൊണ്ട് ഇച്ചിരി കട്ട് ചെയ്യാൻ ഹാർഡായിരിക്കും, പക്ഷെ എന്നാലും കട്ട് ചെയ്തെടുക്കാം. നല്ല ഷാർപ്പ് സിസർ എടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇളകി വരും. അതൊന്ന് ഗ്ലൂ വെച്ചങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി, വേറെ വിഷയമൊന്നുമില്ല. അങ്ങനെ ഞാൻ 12 എണ്ണവും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ 12 എണ്ണം സെറ്റായി കഴിഞ്ഞു, കണ്ടല്ലോ. അപ്പോൾ 12 വലിയ സ്റ്റിക്കുകൾ റെഡിയായി, അതായത് 26 സെൻറ്റിമീറ്ററിൻ്റെ. പിന്നെ അടുത്തത് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ സ്റ്റിക്കിൻ്റെ അളവ്. അപ്പോൾ ചെറിയ സ്റ്റിക്കിൻ്റെ അളവ് എത്രയാണെന്നല്ലേ അറിയേണ്ടത്. ചെറിയ സ്റ്റിക്കിൻ്റെ അളവാണ് 17 സെൻറ്റിമീറ്റർ, 17 സെൻറ്റിമീറ്ററിൽ ചെറിയ സ്റ്റിക്കും അങ്ങനെ അളന്നെടുത്തു. അതും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 12 പീസസ് ചെറിയ സ്റ്റിക്സും ശരിയായി, അങ്ങനെ ലോങ് സ്റ്റിക്സും ശരിയായി. അപ്പോൾ എല്ലാം 12 പീസസ്സാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ബ്ലാക്ക് കളർ അടിക്കാം. ഇതിന് മൊത്തം നമ്മൾ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യാണ്. ഞാൻ ആക്രിലിക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇച്ചിരി വാട്ടർ മിക്സ് ചെയ്തു.
ആ പിടിച്ച ആ ഭാഗത്ത് ഞാൻ ആദ്യം ബ്ലാക്ക് അപ്ലൈ ചെയ്തപ്പോൾ കയ്യിൽ മൊത്തമായി. പിന്നെ അപ്ലൈ ചെയ്തില്ല. ഒന്ന് ഉണങ്ങിയിട്ട് തിരിച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ വലുതിനും ചെറുതിനും ഒക്കെ ബ്ലാക്ക് അപ്ലൈ ചെയ്തു. ഓക്കെ, മൊത്തം ഒരു സൈഡ് ബാക്കിയുണ്ട്. ഇനി അതിന് ഇതിൻ്റെ ഈ ഇപ്പുറത്തെ അറ്റം പിടിച്ചിട്ട് അവിടെ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കളറടി കംപ്ലീറ്റ് കഴിഞ്ഞു. എല്ലാം ബ്ലാക്ക് കളറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കാണ് CD. അപ്പോൾ ആദ്യം ഒരു CD എടുക്കുക. അപ്പോൾ ഇതിന് ഈക്വലായിട്ട് 12 ലൈൻസാണ് ഇതിൻ്റെ മുകളിൽ വരയ്ക്കാൻ പോകുന്നത്. കണ്ടോ, ആദ്യം നമ്മൾ ക്രോസ് ആയിട്ട് പ്ലസ് പോലെ വരയ്ക്കാം. പിന്നെ അത് റൈറ്റിലും ലെഫ്റ്റിലായിട്ട് വരച്ചാൽ മതി. അങ്ങനെ 12 ലൈൻസാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇനി ആ CD-യുടെ സെൻറ്ററിലുള്ള ചെറിയ ഹോളുണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം 4 വലിയ ബിഗ് സ്റ്റിക്സാണ്, വലിയ സ്റ്റിക്സാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുക. ആദ്യം 4 വയ്ക്കുക. പിന്നെ കംപ്ലീറ്റ് 12 ലൈൻസിൻ്റെ മുകളിലും ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫെവിക്കോളോ വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. നിങ്ങൾക്കിപ്പോൾ CD കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു റൗണ്ടിലുള്ള ഒരു കാർഡ്ബോർഡ് പീസായാലും മതി. അപ്പോൾ നമ്മുടെ വലിയ സ്റ്റിക്കുകളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെറിയ സ്റ്റിക്കിലേക്ക് പോവാം. അപ്പോൾ ഈ ചെറിയ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഈ വലിയ സ്റ്റിക്കിൻ്റെ, അതായത് കാണുന്നുണ്ടല്ലോ, വലിയ സ്റ്റിക്കിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഒരെണ്ണം ഇങ്ങനെ രണ്ട് വലിയ സ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ ഓരോന്നോരോന്നായി ചെറിയ സ്റ്റിക്ക് കൂടെ ഒട്ടിച്ചു കൊടുക്കുക. ഇതൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലൊരു CD ഒട്ടിച്ചു. ആ വീഡിയോ കിട്ടിയില്ല. ഞാൻ വിചാരിച്ച വീഡിയോ ഓൺ ആയിരുന്നു, പക്ഷേ കിട്ടിയില്ല, സോറി. പക്ഷെ അതിൻ്റെ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഒരു CD കൂടെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഈ CD-ൻ്റെ മുകളിൽ, CD ഇങ്ങനെയാണല്ലോ കാണുന്നത്, CD-ൻ്റെ മുകളിൽ റെഡ് പേപ്പർ നമ്മൾ എടുക്കേണ്ടത്, അതായത് ഒരു 13 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, 30 സെൻറ്റിമീറ്റർ, അതായത് ഫുൾ A4 സൈസിൻ്റെ ഫുൾ സൈസ് ആയിട്ടുള്ള ലെങ്ത്ത്. ഓക്കെ, 13 × 30. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഞാനൊരു ഫോൾഡ് ചെയ്തു. അപ്പോൾ വീണ്ടും ഒരു ഫോൾഡ് ചെയ്തു, വീണ്ടും ഒരു ഫോൾഡ് കൂടെ ചെയ്തിട്ട് പിന്നെ ഫൈനലി 1 more ഫോൾഡ്. അപ്പോൾ 1 2 3 4 4 മടക്ക് മടക്കിയിട്ട് അതൊന്ന് നിവർത്തുക. പിന്നെ നമ്മൾ സിഗ്സാഗ് ആയിട്ടാണ് നമ്മൾ ഫാന് ഒക്കെ ഉണ്ടാക്കുന്നത്, വിഷറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ സിഗ്സാഗ് ആയിട്ട് മടക്കുമല്ലോ, ആ രീതിയിൽ തിരിച്ച് മടക്കി കൊടുക്കുക. മടക്കിയ ശേഷം ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. അതേപോലെ 2 വേണം. ഓക്കെ, ഇതും 13 സെൻറ്റിമീറ്ററും 30-ഉം 13-ഉം ആയിട്ട് അളന്നു. അതും ഇതേപോലെ മടക്കി ഫാൻ പോലെ നമ്മൾ സിഗ്സാഗായിട്ട് മടക്കുക. അങ്ങനെ 2 കിട്ടി. ഇനി ഇതിന് സെൻറ്ററിൽ മടക്കിയല്ലോ, അപ്പോൾ ആ ഒരു സെൻറ്ററിലെ മടക്കുണ്ടല്ലോ, ആ സെൻറ്ററിൻ്റെ മടക്കിൻ്റെ അടുത്ത് നമ്മൾ സ്റ്റാപ്ലർ ചെയ്യാം. അങ്ങനെ സ്റ്റാപ്ലർ വെച്ച് സ്റ്റിക്ക് നന്നായിട്ട് സ്റ്റാപ്പിൾ ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് രണ്ടും കൂടെ ഇതിൻ്റെ അറ്റം ഒട്ടിച്ചു കൊടുക്കുക. അതാ ഇതേപോലെ ഇങ്ങനെ വരും. അതേപോലെ മറ്റേതും കൂടെ സ്റ്റിക്ക് ചെയ്യാം. അങ്ങനെ ഈ 2 പീസിനെ കൂടെ നമ്മൾ വീണ്ടും അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഒരു സർക്കിളായിട്ട് കിട്ടും. മൊത്തം ഗ്ലൂ വെച്ച് അങ്ങ് ഒട്ടിച്ചാൽ മതി.
അപ്പോൾ നന്നായിട്ടൊന്ന് വിരൽ വെച്ച് പ്രസ് ചെയ്ത സംഭവം സെറ്റായി. ഓക്കെ, ഇനി ഈ സർക്കിൾ നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ നമ്മളെടുത്ത് ഈ CD-യുടെ മുകളിലോട്ടിക്കുക. ഗ്ലൂ ഗൺ യൂസ് ചെയ്താൽ മതി. ഗ്ലൂ ഗൺ നല്ല ഫെവിക്കോൾ ആയാലും കുഴപ്പമില്ല, ഇതങ്ങ് ഒട്ടി നിൽക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ സൺബേസ്റ്റാണ്, ഇതിൻ്റെ പേര് സൺബേസ്റ്റ് വാൾ ഹാങ്ങിങ്. അപ്പോൾ ഈ സൺബേസ്റ്റിന് എന്തോ ഒരു കുറവുണ്ടല്ലോ. അപ്പോൾ ഞാനൊരു CD-യുടെ പീസിൽ ഒരു സർക്കിൾ ഇതിൻ്റെ സെൻറ്ററിൽ സർക്കിൾ CD ആയാലും മതി, അല്ലെങ്കിൽ ഒറിജിനൽ കണ്ണാടി ചില്ല് കഷ്ണം ആയാലും മതി, അതായാലും സർക്കിളായിട്ട് കിട്ടിയാൽ മതി, കണ്ണാടി ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. ഞാനിപ്പോൾ CD-യുടെ പീസ് അതും ഞാൻ ഗ്ലൂ ഗൺ വെച്ച് സെൻറ്ററിൽ ഒട്ടിക്കുന്നു. ഇനി റെഡ് പേപ്പറിൻ്റെ പീസസ് വേണം. റെഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ ഏത് കളർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ റെഡ് എടുത്തുന്നില്ല. ഇതിൽ നമ്മളൊരു പെറ്റൽ ഷേപ്പ് കട്ട് ചെയ്യാണ്. ജസ്റ്റ് ഇതിന് വലിയ മെഷർമെൻ്റ് ഒന്നുമില്ല, ഭയങ്കര വലിയ സൈസ് വേണ്ട. പെറ്റൽ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ മാർക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുക. അത് നമുക്കിപ്പോൾ എത്ര പെറ്റലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 24 പെറ്റൽസ്, അതായത് ഈ സ്മോൾ സ്റ്റിക്കിൻ്റെ മുകളിലും ചെറിയ സ്റ്റിക്കിൻ്റെ മുകളിൽ ഒട്ടിക്കണം, വലിയ സ്റ്റിക്കിൻ്റെ മുകളിൽ ഒട്ടിക്കണം. അപ്പോൾ വലുതും ചെറുതും 12 24 പെറ്റൽസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പെറ്റൽ സംഭവങ്ങളും റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മളിതിനെ എല്ലാ സ്റ്റിക്കിൻ്റെ മുകളിലും ഒട്ടിക്കുകയാണ്. ഈ പെറ്റലിൻ്റെ സെൻറ്ററിൽ ആ ഫോൾഡ് നിവർത്തരുത്, അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാലം ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അപ്പോൾ ഈ വീഡിയോ കാണുക, ഒന്ന് ട്രൈ ചെയ്യുക. നല്ല സൂപ്പർ വാൾ ഹാങ്ങിങ് ആണ്. നമ്മൾ ചുമരിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ കമൻസ് കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ വേറൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.